Farmer News Weekly Roundup brought to you by Western Control Automation Private Limited. Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. നമസ്കാരം, ഏവർക്കും എയിമ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. വയനാടിന്റെ കണ്ണീരൊപ്പാൻ എയിമയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൈകോർക്കുന്നു. ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകും. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം എല്ലാ സംസ്ഥാന ഘടകങ്ങളും ഭംഗിയായി നിർവഹിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ശ്രീ ഗോകുലം ഗോപാലൻ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പശ്ചിമ ബംഗാൾ ഘടകം ഓഗസ്റ്റ് 25-ന് കൊൽക്കത്തയിലെ ബെഹാല ശാന്തിനിലയം വെൽഫെയർ സൊസൈറ്റിയിലെ 50ഓളം അന്തേവാസികൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം വിതരണം നടത്തി. എയിമ ഉത്തരാഖണ്ഡ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡെഹ്റാഡൂണിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലായിരുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി നടത്തിയത്. കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചുകൊണ്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം കുറിച്ചത്. ആരോഗ്യവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗേൾസ് ഇന്റർ കോളേജുകളിൽ സാനിറ്ററി പാഡ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത എയിമ ഉത്തർപ്രദേശ് ഘടകം ഓഗസ്റ്റ് 25-ന് നോയിഡ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്ഷണ വിതരണം നടത്തി വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിക്കും തുടക്കം കുറിച്ചു. എയിമ ഗുജറാത്ത് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വഡോദര സാമ പ്രദേശത്തെ പ്രളയ ദുരിതബാധിതർക്ക് ആഗസ്റ്റ് 27-28 തീയതികളിൽ ഭക്ഷണ വിതരണം നടത്തുകയുണ്ടായി. പ്രളയത്തെ തുടർന്ന് വിവിധ സ്കൂളുകളിലും ചില മലയാളികളുടെ വീടുകളിലുമായി മാറ്റിപ്പാർപ്പിച്ചവർക്കാണ് ഭക്ഷണം നൽകിയത്. എയിമ പശ്ചിമ ബംഗാൾ ഘടകം ഓഗസ്റ്റ് 25-ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൊൽക്കത്ത യൂണിറ്റും എയിമ പശ്ചിമ ബംഗാൾ ഘടകവും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. എയിമ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശാഖപട്ടണത്ത് യോഗം സംഘടിപ്പിച്ചു. ഹോട്ടൽ 5 എലിമെന്റ്സിൽ വെച്ച് നടന്ന യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീമതി നന്ദിനി മേനോനെ എയിമ ദേശീയ പ്രസിഡന്റ് പുരസ്കാരം നൽകി ആദരിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ രണ്ടാമത് ദേശീയതല അവലോകന യോഗം ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലാരിയുടെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 28-ന് ചേർന്നു. യോഗം ഓൺലൈനിലായിരുന്നു ചേർന്നത്. എയിമ ഒഡീഷ ഘടകത്തിന് പുത്തൻ ഉണർവേകി ദേശീയ സെക്രട്ടറി ശ്രീ കെ.ആർ. മനോജിന്റെ ഒഡീഷ സന്ദർശനം. വരുന്ന 90 ദിവസങ്ങളിലെ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്ത് എയിമ യൂത്ത് വിങ്ങിന്റെ യോഗം ജൂലൈ 26-ന് ഓൺലൈനായിട്ടായിരുന്നു എയിമ നാഷണൽ യൂത്ത് വിങ് ചെയർപേഴ്സൺ കുമാരി കല്യാണി സുരേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന എൻഡിച്ച് എയിമ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. റെസിഡൻഷ്യൽ പ്ലോട്ടുകൾക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു. വയനാടിനായി കൈകോർത്ത് പ്രവാസി കുരുന്നുകൾ സ്വരൂപിച്ചത് 1/2 കോടി രൂപയോളം. ലോകമെമ്പാടുമുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിലെ വിദ്യാർത്ഥികളാണ് 1/2 കോടി രൂപയോളം സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. വിദ്യാർത്ഥികൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ മാതാപിതാക്കളും അധ്യാപകരും ഒത്തുചേർന്നു. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ വാർഷികാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടുതൽ സാറ്റലൈറ്റ് സെന്ററുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ.
18 വയസ്സിനും 23 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാകാൻ അവസരമൊരുക്കി ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ അസുലഭ ഭാഗ്യം ലഭിക്കുക. മത്സരത്തിനായി അപേക്ഷിക്കേണ്ടതിന്റെ വിശദാംശങ്ങൾ വിശദമായ വാർത്തകളിൽ. ഹൈദരാബാദ് സെക്കന്ദരാബാദ് ഇരട്ടനഗരങ്ങളിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എയിമയുടെ അംഗസംഘടനയായ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു ഓണാഘോഷം. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 26-ന് രാജ്യവ്യാപകമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. റഷ്യ യുക്രൈൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ എയിമയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൈകോർക്കുന്നു. ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകും. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുവാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൈകോർക്കുകയാണ്. ദുരന്തത്തിൽ വീടുകൾ നഷ്ടമായവർക്കായി എയിമയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ചേർന്ന് 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് നേരത്തെ എയിമ നാഷണൽ പ്രസിഡന്റും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലൻ പ്രസ്താവിച്ചിരുന്നു. അതിനായി 2 ഏക്കർ സ്ഥലം റിപ്പോർട്ടർ ടി.വി. ചെയർമാൻ നൽകിയതായി ശ്രീ ഗോകുലം ഗോപാലൻ അറിയിച്ചു. അതിനു പുറമെ 25 വീടുകൾക്കുള്ള പ്ലാനും തയ്യാറായതായി അദ്ദേഹം അറിയിച്ചു. എത്രയും പെട്ടെന്ന് വീടുകൾ പൂർത്തിയാക്കി അർഹരായവർക്ക് കൈമാറുവാനുള്ള പരിശ്രമം ആരംഭിച്ചതായി അറിയിച്ച അദ്ദേഹം അതിനായി എല്ലാവരുടെയും സഹായം ഉണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർ അനവധിയാണ്. അതിൻ്റെ പേരിൽ എയിമയും ഞാനും കൂടി ചേർന്ന് ഗോകുലം ഗ്രൂപ്പിന്റെ ചേർന്ന് 25 വീടുകൾ വെച്ച് കൊടുക്കാം എന്ന കാര്യം സൂചിപ്പിച്ചുവല്ലോ. അതിനുവേണ്ടി 2 ഏക്കർ സ്ഥലം ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ ചെയർമാൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് മാത്രമല്ല, അതിനനുസരിച്ച് തന്നെ അത് 25 വീടുകൾ കെട്ടാനുള്ള സ്ഥലം, അതിന്റെ സ്ഥലം തന്നതോടുകൂടി തന്നെ നമ്മുടെ ഒരു ആർക്കിടെക്ട് അതിന്റെ 25 വീടുകളുടെയും പ്ലാനും വളരെ നല്ല രീതിയിൽ ചെയ്ത് തന്നിരിക്കുകയാണ്. അത് വളരെ കഴിയുന്ന വിധത്തിൽ തറക്കല്ലിട്ട് അത് ആരംഭിക്കാനുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം എല്ലാ സംസ്ഥാന ഘടകങ്ങളും ഭംഗിയായി നിർവഹിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ശ്രീ ഗോകുലം ഗോപാലൻ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ സ്വപ്നപദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് എയിമ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ആരംഭം കുറിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് എയിമ ന്യൂസിനോട് സംസാരിക്കവെ എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ അറിയിച്ചു. ഇത് നല്ല രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകണമെന്നും പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഫുഡ് ഫോർ നീഡി, അതായത് ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന ആ പദ്ധതി വളരെ എല്ലാ സ്റ്റേറ്റിലെയും ഭാരവാഹികൾ വളരെ വൃത്തിയായി, വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആർജവത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സന്തോഷിക്കുന്ന കാര്യമാണ്. അത് മേലും, അതായത് എന്നും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണമോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുന്നതാണ്. അവരുടെ ഈ ഹോസ്പിറ്റലിന് മുമ്പ് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ആ ഭക്ഷണത്തിന് പ്രയോജനപ്പെടും. അതിന്റെ പേരിൽ എല്ലാവരും തന്നെ ഇങ്ങനെ പരമാവധി ഹോസ്പിറ്റലിൽ വെച്ച് ഈ കാര്യങ്ങൾ, ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ച് തന്നെ ഈ ഭക്ഷണം ഏർപ്പാട് ചെയ്തെടുക്കുന്ന പരിപാടി ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പശ്ചിമ ബംഗാൾ ഘടകം ഓഗസ്റ്റ് 25-ന് കൊൽക്കത്തയിലെ ബെഹാല ശാന്തിനിലയം വെൽഫെയർ സൊസൈറ്റിയിലെ 50ഓളം അന്തേവാസികൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം വിതരണം നടത്തി.
എയിമ ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കുന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ പശ്ചിമ ബംഗാൾ ഘടകം ഓഗസ്റ്റ് 25-ന് കൊൽക്കത്തയിലെ ബെഹാല ശാന്തിനിലയ വെൽഫെയർ സൊസൈറ്റിയിലെ 50ഓളം വരുന്ന അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എയിമ പശ്ചിമ ബംഗാൾ ഘടകം വനിതാ വിഭാഗം കൺവീനർ ശ്രീമതി കൃഷ്ണ പി നായരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി എയിമ പ്രവർത്തകർ പങ്കെടുത്തു. എയിമ ഉത്തരാഖണ്ഡ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡെഹ്റാഡൂണിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലായിരുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി നടത്തിയത്. കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചുകൊണ്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം കുറിച്ചത്. എയിമ ഉത്തരാഖണ്ഡ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന് ഡെഹ്റാഡൂൺ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ഭക്ഷണ വിതരണം നടത്തി. എയിമ ദേശീയ അധ്യക്ഷൻ ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു ഇവിടെ നടപ്പിലാക്കിയത്. എയിമ ഉത്തരാഖണ്ഡ് പ്രസിഡന്റ് ശി ദിനേശ് മായനാട്ടിന്റെ നേതൃത്വത്തിൽ എയിമ ഉത്തരാഖണ്ഡിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കൂടി മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ 85-ലധികം വരുന്ന അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം പാചകം ചെയ്ത് അവർക്കൊപ്പമിരുന്നു കഴിക്കുകയായിരുന്നു. ആരോഗ്യവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗേൾസ് ഇന്റർ കോളേജുകളിൽ സാനിറ്ററി പാഡ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത എയിമ ഉത്തർപ്രദേശ് ഘടകം ഓഗസ്റ്റ് 25-ന് നോയിഡ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്ഷണ വിതരണം നടത്തി വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിക്കും തുടക്കം കുറിച്ചു. ആരോഗ്യപരിപാലനം, ശുചിത്വം എന്നിവയിൽ അവബോധമുണർത്താൻ സംസ്ഥാനത്തെ ഗേൾസ് ഇന്റർ കോളേജുകളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ വിതരണം ചെയ്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുതിയ മുഖം നൽകിയ എയിമ ഉത്തർപ്രദേശ് ഘടകം എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം എന്ന പദ്ധതിക്കും വിജയകരമായി തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 25-ന് നോയിഡ സെക്ടർ 62-ലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഫീഡിംഗ് കൗണ്ടറിലായിരുന്നു ഭക്ഷണ വിതരണം നടത്തിയത്. രുചിയേറിയതും പോഷകാംശങ്ങളുള്ളതുമായ ഭക്ഷണം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്കും അവശർക്കും എത്തിക്കുകയായിരുന്നു. ദേശീയ അഡീഷണൽ ജനറൽ സെക്രട്ടറി ജയരാജ് നായർ, എയിമ ഉത്തർപ്രദേശ് ഘടകം സെക്രട്ടറി മഹാശയൻ കെ.ടി., ട്രഷറർ മനോജ് കുമാർ നായർ, വനിത വിംഗ് കൺവീനർ ദീപ്തി നായർ, ദേശീയ ജനറൽ കൗൺസിൽ അംഗം മനോജ് നായർ, ജോയിന്റ് ട്രഷറർ ബിജു തങ്കപ്പൻ, ഇന്റേണൽ ഓഡിറ്റർ രാംദാസ് പൂക്കോട്ട്, അംഗങ്ങളായ പി.ജി.എസ്. നായർ, സുരേഷ് കുമാർ, ജി. ഹരിദാസ്, മേഘ എന്നിവരും മറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. എയിമ ഗുജറാത്ത് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വഡോദര സാമ പ്രദേശത്തെ പ്രളയ ദുരിതബാധിതർക്ക് ആഗസ്റ്റ് 27-28 തീയതികളിൽ ഭക്ഷണ വിതരണം നടത്തുകയുണ്ടായി. പ്രളയത്തെ തുടർന്ന് വിവിധ സ്കൂളുകളിലും ചില മലയാളികളുടെ വീടുകളിലുമായി മാറ്റിപ്പാർപ്പിച്ചവർക്കാണ് ഭക്ഷണം നൽകിയത്. ആഗസ്റ്റ് 27-28 തീയതികളിലായി 2 ദിവസമായിട്ടായിരുന്നു എയിമ ഗുജറാത്ത് ഘടകം വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത്. വഡോദരയിലെ സാമ പ്രദേശത്തെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്കായിരുന്നു ഭക്ഷണം വിതരണം ചെയ്തത്. സാമയിലെ പ്രമുഖസ്വാമി സ്കൂളിലും വെമാലി സ്കൂളിലുമായി താമസിക്കുന്നവർക്ക് ആയിരുന്നു ഭക്ഷണം വിതരണം നടത്തിയത്. സവലി റോഡിലുള്ള ചില മലയാളികളുടെ ഗൃഹങ്ങളിൽ പാർപ്പിച്ചവർക്കും ഭക്ഷണം നൽകി. ശ്രീമോഹൻ നായർ, സാമ അയ്യപ്പ ക്ഷേത്ര ട്രസ്റ്റ് എന്നിവർ ഈ പ്രവർത്തനത്തിന് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് എയിമ ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. എയിമ അംഗങ്ങളായ ശ്രീ ശൈലേഷ് നായർ, ശ്രീരാമൻ തിരുമേനി, പ്രസാദ് മേനോൻ, ഗിരീഷ് നായർ, രാജൻ നായർ, മുരളീധരൻ പിള്ള, ഗോപാലകൃഷ്ണൻ, പി.ജെ. ജോസഫ്, സദ്ബീർ എന്നിവരുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും കഠിനാധ്വാനമാണ് ഈ പരിപാടി വിജയിക്കാൻ പ്രധാന കാരണമായത്. എയിമ പശ്ചിമ ബംഗാൾ ഘടകം ഓഗസ്റ്റ് 25-ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൊൽക്കത്ത യൂണിറ്റും എയിമ പശ്ചിമ ബംഗാൾ ഘടകവും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. എയിമ പശ്ചിമ ബംഗാൾ ഘടകവും കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊൽക്കത്ത ഘടകവും സംയുക്തമായി ലയൺസ് ക്ലബിന്റെ സഹായത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന് നടന്ന ക്യാമ്പിൽ 50-ൽ ഏറെ ആളുകൾ രക്തദാനം ചെയ്യാനെത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ വെച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് മേധാവി ശ്രീ സനിൽ പീറ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എയിമ പശ്ചിമ ബംഗാൾ ഘടകം പ്രസിഡന്റ് ശ്രീ വിജയൻ വെള്ളിനേഴി, ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ കാവാലം നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ചേർന്ന് കൂടുതൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് എയിമ ഭാരവാഹികൾ ചടങ്ങിൽ പറഞ്ഞു. ഇതിനെ ശ്രീ സനിൽ പീറ്റർ സ്വാഗതം ചെയ്തു. എയിമ പശ്ചിമ ബംഗാൾ ഘടകം സെക്രട്ടറി ശ്രീ മണികണ്ഠൻ മേനോത്ത്, ട്രഷറർ ശ്രീ മാധവൻ ചന്ദ്രൻ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ സുജിത് കുമാർ എസ്, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി, ശ്രീ ജിനേഷ് വി രാജ്, ശ്രീമതി ജയശ്രീ നന്ദകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്നേഹോപഹാരം ചടങ്ങിൽ വെച്ച് ശ്രീ വിജയൻ വെള്ളിനേഴി ഏറ്റുവാങ്ങി. എയിമ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശാഖപട്ടണത്ത് യോഗം സംഘടിപ്പിച്ചു. ഹോട്ടൽ 5 എലിമെന്റ്സിൽ വെച്ച് നടന്ന യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീമതി നന്ദിനി മേനോനെ എയിമ ദേശീയ പ്രസിഡന്റ് പുരസ്കാരം നൽകി ആദരിച്ചു. എയിമ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ യോഗവും ഒത്തുചേരലും വിശാഖപട്ടണം ഹോട്ടൽ 5 എലിമെന്റ്സിൽ വെച്ചു നടന്നു. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ഘടകം പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അഭാവത്തിൽ ശ്രീമതി നന്ദിനി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ ഗോകുലം ഗോപാലനെ ആദരിച്ചു.
കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ ശ്രീമതി നന്ദിനി മേനോനെ യോഗത്തിൽ വെച്ച് എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ പുരസ്കാരം നൽകി ആദരിച്ചു. ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീമതി നന്ദിനി മേനോൻ, ശ്രീ പ്രിൻസ് ചെറിയാൻ, ശ്രീ ജോൺസൺ ചാലിശ്ശേരി, ശ്രീമതി ഷൈനി വർഗീസ്, ശ്രീ ARG ഉണ്ണിത്താൻ, ശ്രീ SG വിജയകുമാർ, ശ്രീ K ഹരിദാസ്, ശ്രീ K ഗണേശൻ, ശ്രീമതി ലൈല ഗണേശൻ, ശ്രീ KP വർഗീസ്, ശ്രീ പ്രസന്നകുമാർ, ശ്രീ പ്രദീപ് കോയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ രണ്ടാമത് ദേശീയതല അവലോകന യോഗം ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലാരിയുടെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 28-ന് ചേർന്നു. യോഗം ഓൺലൈനിലായിരുന്നു ചേർന്നത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ രണ്ടാമത് ദേശീയതല അവലോകന യോഗം ഓഗസ്റ്റ് 28 വൈകിട്ട് 8 മണിക്ക് ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ശ്രീമതി അനിത പലാരിയുടെ അധ്യക്ഷതയിൽ കൂടി. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ വിംഗ് കൺവീനർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ രണ്ടാമത് ദേശീയ വനിതാ വിഭാഗം അവലോകന യോഗം ഓഗസ്റ്റ് 28 ബുധനാഴ്ച രാത്രി 8 മണിക്ക് ഓൺലൈനായി നടന്നു. യോഗത്തിൽ ദേശീയ വൈസ് ചെയർപേഴ്സൺ, വനിതാ വിഭാഗം വൈസ് ചെയർപേഴ്സൺ അനിത പാലാരി അധ്യക്ഷത വഹിച്ചു. ശ്രീമതി പ്രശോഭ രാജൻ, ദേശീയ ജോയിന്റ് ട്രഷറർ പ്രശോഭ രാജൻ, രാജസ്ഥാനെ പ്രതിനിധീകരിച്ചുള്ള വനിതാ കൺവീനർ സ്വാഗതം ആശംസിച്ചു. ഈ യോഗത്തിൽ നാഷണൽ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ, നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്തു. വേണ്ട മാർഗനിർദ്ദേശങ്ങളും ആവശ്യമായ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തി. തുടർന്നുള്ള സുഗമമായ പ്രവർത്തനങ്ങൾക്കും കോർഡിനേഷനും വേണ്ടി മൊത്തം ദേശീയ വിഭാഗത്തെ 5 സോണുകളായി തിരിച്ചു. നോർത്തേൺ സോണിനെ കൺവീനറായി സുജ രാജേന്ദ്രൻ ഡൽഹിയും, സദേൺ സോണിൻ്റെ കോർഡിനേറ്ററായി തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീശൈലിയും, വെസ്റ്റേൺ സോണിൻ്റെ കോർഡിനേറ്ററായി മഹാരാഷ്ട്രയിലുള്ള രാഖി സുനിലും, ഈസ്റ്റേൺ സോണിൻ്റെ കോർഡിനേറ്ററായി വെസ്റ്റ് ബംഗാളിൻ്റെ കൃഷ്ണ P നായരും, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ്റെ കോർഡിനേറ്ററായി അരുണാചൽ പ്രദേശിലെ പത്മ രാജീവിനെയും തിരഞ്ഞെടുത്തു. ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാന വനിതാ കൺവീനർമാരെ ഏകോപിപ്പിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റേഷൻ കൊടുക്കുക, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഇവർ ഇങ്ങനെ ഒരു സോണായി തിരിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് നടത്തിയ പരിപാടികൾക്ക് വനിതാ വിഭാഗം നൽകിയ സഹകരണത്തെ യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. അതോടൊപ്പം തന്നെ 90 ഡേയ്സ് പ്രോഗ്രാം പരിപാടികളെക്കുറിച്ചും അവലോകനം നടത്തി. മെമ്പർഷിപ്പ് ഡ്രൈവിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ചുരുങ്ങിയത് 20 പേരെങ്കിലും അടങ്ങുന്ന വനിതാ വിഭാഗത്തിൻ്റെ ശാക്തീകരണത്തിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ഈ റീജിയണൽ കോർഡിനേറ്റർമാർക്ക് നിർദ്ദേശം നൽകി. 90 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വനിതാ വിഭാഗം രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഉള്ള സംസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾക്ക് തുടക്കം കുറിച്ചു. അടുത്തതായി ദേശീയ വനിതാ വിഭാഗത്തിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായ സാനിറ്ററി വെൻഡിംഗ് മെഷീൻ ലോഞ്ചിങ് ഔദ്യോഗിക ഉദ്ഘാടനം വെസ്റ്റ് ബംഗാളിൽ ഒക്ടോബർ 5-ന് റീജിയണൽ മീറ്റിനോടുകൂടി നടത്താൻ തീരുമാനിച്ചു. ഒക്ടോബർ 5-ന് ഈസ്റ്റേൺ റീജിയൻ്റെ റീജിയണൽ മീറ്റിൽ വനിതാ റീജിയണൽ മീറ്റ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. രണ്ടാമത്തെ നാഷണൽ പ്രോജക്റ്റായ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള ഒഫീഷ്യൽ ലോഞ്ചിങ് ഒക്ടോബർ 25-ന് കേരളത്തിൽ നടക്കും. ഡിസംബർ മാസത്തിൽ ഡൽഹിയിൽ വെച്ച് വനിതാ സമ്മിറ്റ് നടത്താനും ഏകദേശ ധാരണയായി. തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ചർച്ചകളും യോഗത്തിൽ നടന്നു. ആവശ്യമായ തീരുമാനങ്ങൾ അതത് മാസം ചേരുന്ന അവലോകനങ്ങളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും വേണ്ട ഡയറക്ഷൻസും നൽകാനും തീരുമാനിച്ചു. യോഗത്തിന് സുജ രാജേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. എയിമ ഒഡീഷ ഘടകത്തിന് പുത്തൻ ഉണർവേകി ദേശീയ സെക്രട്ടറി ശ്രീ KR മനോജിന്റെ ഒഡീഷ സന്ദർശനം. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും വിവിധ സംസ്ഥാന ഘടകങ്ങൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള ദേശീയ നേതൃത്വത്തിന്റെ കർമ്മപരിപാടികളുടെ ഭാഗമായി എയിമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് ഒഡീഷ സന്ദർശിച്ചു. എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ ഗണേശ് കുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീ രഘുകുമാർ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമൊരുക്കി. എയിമയുടെ സ്വപ്നങ്ങളും വരും നാളുകളിലെ കാര്യപരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമെല്ലാം ദേശീയ സെക്രട്ടറി ഒഡീഷ ഘടകം ഭാരവാഹികളുമായി പങ്കുവച്ചു. സംഘടനയുടെ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി എല്ലാ സംസ്ഥാന ഘടകങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ KR മനോജ് എടുത്തു പറഞ്ഞു.
ശ്രീ കെ.ആർ. മനോജിന്റെ സന്ദർശനത്തിലൂടെ സംസ്ഥാന ഘടകവും ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുക മാത്രമല്ല സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് ഏറെ ഉൾക്കാഴ്ചകൾ ലഭിക്കാനും സഹായകമായതായി സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. വരുന്ന 90 ദിവസങ്ങളിലെ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്ത് എയിമ യൂത്ത് വിങ്ങിന്റെ യോഗം. ജൂലൈ 26-ന് ഓൺലൈനായിട്ടായിരുന്നു എയിമ നാഷണൽ യൂത്ത് വിങ് ചെയർപേഴ്സൺ കുമാരി കല്യാണി സുരേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ദേശീയതല യോഗം ദേശീയ ചെയർപേഴ്സൺ ശ്രീമതി കല്യാണി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ ജൂലൈ 26-ന് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു കൂടിയത്. എയിമ യൂത്ത് വിങ്ങിന്റെ ആദ്യ ദേശീയ തലത്തിൽ വരുന്ന 90 ദിവസത്തെ കർമ്മപരിപാടികൾക്കുള്ള രൂപരേഖ തയ്യാറാക്കി. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ യൂത്ത് വിംഗ് കൺവീനേഴ്സ് അതാത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും ചർച്ച ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കല്യാണി സുരേഷ്. ഞാൻ ഐമയുടെ നാഷണൽ യൂത്ത് വിംഗ് ചെയർപേഴ്സൺ ആണ്. കഴിഞ്ഞ ജൂലൈ 26 ഐമയുടെ യൂത്ത് വിഭാഗത്തിൻ്റെ ആദ്യത്തെ ഇന്റേണൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി. ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് നടത്തിയത്. അതിൽ ഞങ്ങൾ പ്രധാനമായും വരാനിരിക്കുന്ന 90 ദിവസങ്ങളിൽ യൂത്ത് വിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടികളുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായ ഉദ്ദേശം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന അതാത് യൂത്ത് വിംഗ് കൺവീനേഴ്സ് അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പദ്ധതികളും അതിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ല ടേൺ ഔട്ടായിരുന്നു. എല്ലാവരും അവരവരുടെ പേഴ്സണൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടക്കുകയും ചെയ്തു. ഇതിൽ ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഐമയിലേക്ക് കൂടുതൽ യുവജനങ്ങളെ എങ്ങനെ ആകർഷിക്കാം, അവരുടെ പ്രാതിനിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളിലായിരുന്നു ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. താങ്ക് യു. ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന എൻഡിച്ച് എയിമ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. റെസിഡൻഷ്യൽ പ്ലോട്ടുകൾക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു. മലയാളികൾക്ക് ബാംഗ്ലൂർ നഗരത്തിൽ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായുള്ള എയിമ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും 34 കിലോമീറ്റർ അകലെ ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് എയിമ ഗ്രാമം പദ്ധതിയുടെ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ്, ഹോട്ടലുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത് ലഭ്യമായ പ്രദേശത്താണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ സ്വന്തമായി വീടുകൾ നിർമ്മിക്കാൻ ആലോചിക്കുന്നവർക്കും അതിവേഗം വളർന്നുവരുന്ന ബാംഗ്ലൂർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ പ്രയോജനകരമായ ഈ പദ്ധതിക്ക് കീഴിൽ പ്ലോട്ടുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വയനാടിനായി കൈകോർത്ത് പ്രവാസി കുരുന്നുകൾ സ്വരൂപിച്ചത് 1/2 കോടി രൂപയോളം. ലോകമെമ്പാടുമുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിലെ വിദ്യാർത്ഥികളാണ് 1/2 കോടി രൂപയോളം സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. വിദ്യാർത്ഥികൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ മാതാപിതാക്കളും അധ്യാപകരും ഒത്തുചേർന്നു. വയനാട് ദുരന്തം ലോകമെമ്പാടുമുള്ള മലയാളികളെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ മലയാളത്തിന്റെ ആദ്യാക്ഷരങ്ങൾ ഉരുവിട്ടു പഠിച്ച കുരുന്നുകൾക്കും ആ ഞെട്ടലിൽ നിന്നും ഒഴിഞ്ഞു മാറാനായില്ല. ലോകമെമ്പാടുമുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിലെ കുരുന്നുകൾ നാടിനായി കൈകോർത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെത്തിയത് 50 ലക്ഷം രൂപ. സഹജീവി സ്നേഹവും മാതൃഭൂമിയോടുള്ള സ്നേഹവും കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മലയാളം മിഷൻ വയനാടിനൊരു $1 എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. 25 ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിനിൽ മലയാളം മിഷനിലെ എല്ലാ കുട്ടികളും പങ്കാളികളായപ്പോൾ അവർ വയനാടിന്റെ കണ്ണീരൊപ്പാൻ നൽകിയത് 52,50,677 രൂപയായിരുന്നു. ഓരോ ചാപ്റ്ററുകളും നേരിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്ന രീതിയിലായിരുന്നു മലയാളം മിഷൻ പദ്ധതി ക്രമീകരിച്ചത്. ഇങ്ങനെ അയച്ച തുകകളുടെ കണക്കുകൾ ക്രോഡീകരിച്ച മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കടയും ചാപ്റ്റർ പ്രതിനിധികളും ചേർന്ന തുക മുഖ്യമന്ത്രിക്ക് കൈമാറി. 105 ചാപ്റ്ററുകളിൽ നിന്നായി 50,000 കുട്ടികളായിരുന്നു ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തത്. 2023 മികച്ച ചാപ്റ്ററിന് മലയാളം മിഷൻ ഏർപ്പെടുത്തിയ കണിക്കൊന്ന പുരസ്കാരം ലഭിച്ച ദുബായ് ചാപ്റ്റർ പുരസ്കാരത്തുകയായ 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ വാർഷികാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടുതൽ സാറ്റലൈറ്റ് സെന്ററുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. 2ാം വർഷത്തിലേക്ക് കടക്കുന്ന നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ വാർഷികാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. സാധാരണക്കാർക്കും വിദേശ തൊഴിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിച്ച NIFL കൂടുതൽ സാറ്റലൈറ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് പരിഗണിച്ചു വരികയാണെന്ന് വാർഷികാഘോഷങ്ങൾ വീഡിയോ സന്ദേശം വഴി ഉദ്ഘാടനം ചെയ്ത നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അധ്യക്ഷത വഹിച്ചു. OET ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ആദം ഫിലിപ്സ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു.
ഏഷ്യ പസഫിക് റീജിയണൽ ഡയറക്ടർ ടോം കീനൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. OET, IELTS, ജർമ്മൻ ഭാഷയിലെ CEFRA1, A2, B2 ലെവൽ കോഴ്സുകൾ എന്നിവയാണ് ഇവിടെ ലഭ്യമാവുക. ഇന്ത്യയിൽ നിന്നും ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 എന്നതിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബിസിനസ് ലോൺ ക്യാമ്പിൽ 6.90 കോടി രൂപയുടെ സംരംഭക വായ്പകൾ നൽകി. തൃശൂർ കേരള ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 108 പ്രവാസി സംരംഭകരാണ് പങ്കെടുക്കാനെത്തിയത്. ഇവരിൽ 63 പേരുടെ പദ്ധതികൾക്ക് കാനറ ബാങ്ക് വഴിയും 7 പേർക്ക് മറ്റു ബാങ്കുകൾ മുഖേനയുമാണ് നോർക്ക വഴി വായ്പയ്ക്ക് ശുപാർശ നൽകിയത്. 18 പേരുടെ അപേക്ഷ പുനഃപരിശോധനയ്ക്കു ശേഷം പരിഗണിക്കും. 7 സംരംഭകരുടെ പദ്ധതി പുനഃപരിശോധനയ്ക്കു വിട്ടു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ NDPRM പദ്ധതി പ്രകാരമായിരുന്നു ക്യാമ്പ്. 2 വർഷത്തിൽ കൂടുതൽ വിദേശത്തു ജോലി ചെയ്തു നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും സഹായിക്കുന്നതാണ് പദ്ധതി. 18 വയസ്സിനും 23 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാകാൻ അവസരമൊരുക്കി ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ അസുലഭ ഭാഗ്യം ലഭിക്കുക. മത്സരത്തിനായി അപേക്ഷിക്കേണ്ടതിന്റെ വിശദാംശങ്ങൾ വിശദമായ വാർത്തകളിൽ. അന്താരാഷ്ട്ര ബാലിക ദിനമായ ഒക്ടോബർ 11 ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ ഒരു ദിവസം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അവസരമൊരുക്കുന്നു. ഹൈക്കമ്മീഷണർ ഫോർ എ ഡേ എന്ന മത്സരത്തിലെ വിജയിക്കാണ് ഈ അവസരം ലഭിക്കുക. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൗ കാൻ ദി UK ആൻഡ് ഇന്ത്യ കൊളാബറേറ്റ് ഓൺ ടെക്നോളജി ടു ബെനിഫിറ്റ് ഫ്യൂച്ചർ ജനറേഷൻ എന്ന വിഷയത്തിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സമർപ്പിക്കണം. വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ തുടങ്ങിയ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആയിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. UK ഇന്ത്യ എന്ന അക്കൗണ്ടിനെ ടാഗ് ചെയ്ത് ചെയ്യുന്ന പോസ്റ്റിൽ ഡേ ഓഫ് ദി ഗേൾ എന്ന ഹാഷ്ടാഗും ചേർത്തിരിക്കണം. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒന്നും തന്നെ ഈ പോസ്റ്റിൽ പങ്കുവയ്ക്കേണ്ടതില്ല. അത് പ്രത്യേകം ഓൺലൈൻ ഫോമിൽ പൂരിപ്പിച്ച് നൽകണം. ഓൺലൈൻ ഫോമിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 24 മുൻപായി വീഡിയോയും ഫോമും സമർപ്പിക്കണം. 1 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ളതോ പകർപ്പവകാശം ലംഘിച്ചുള്ളതോ ആയ വീഡിയോകൾ മത്സരത്തിനായി പരിഗണിക്കുകയില്ല. 2017 മുതൽ എല്ലാ വർഷവും ഈ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജേതാവായ ചെന്നൈയിൽ നിന്നുള്ള ശ്രേയ ധർമ്മരാജൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ എന്ന നിലയിൽ ഇന്ത്യയിലെ UN പ്രതിനിധികളുമായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ ഇന്ത്യ സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് സൂദുമായി ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തിയിരുന്നു. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഇരട്ട നഗരങ്ങളിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എയ്മയുടെ അംഗസംഘടനയായ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു ഓണാഘോഷം. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഇരട്ടനഗരങ്ങളിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എയ്മ അംഗസംഘടനയായ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടി ഓഗസ്റ്റ് 25-ന് നാഗാരം ശ്രീ ശിവസായി ഗാർഡനിൽ അരങ്ങേറി. DCC പ്രസിഡന്റ് ശ്രീ ഹരിവർദ്ധൻ റെഡ്ഡി മുഖ്യാതിഥിയായ പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള രസികർ കേരളയുടെ ഗാനമേളയും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. രക്ഷാധികാരി ശ്രീ ജയമോഹൻ, പ്രസിഡന്റ് ശ്രീ വിനോദ് മത്തായി, വൈസ് പ്രസിഡന്റ് ശ്രീ സാജൻ ചന്ദ്രൻ, സെക്രട്ടറി വർഗീസ് ദേവസ്യ, ജോയിന്റ് സെക്രട്ടറി ശ്രീ ലിജു സഗറിയ, ട്രഷറർ ശ്രീ PV മുരളീധരൻ, ജോയിന്റ് ട്രഷറർ ശ്രീ മനോജ് മത്തായി, ആർട്സ് സെക്രട്ടറി ശ്രീ പ്രവീൺ പ്രഭു, സ്പോർട്സ് സെക്രട്ടറി ശ്രീ സതീഷ് ജോയ്, ഓഡിറ്റർ ശ്രീ അനി കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 26-ന് രാജ്യവ്യാപകമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് രാജ്യവ്യാപകമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. രാജ്യത്തിലെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും കൃഷ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ കുട്ടികളും യശോദാവേഷത്തിൽ അണിനിരന്ന അമ്മമാരും ഉൾപ്പെടുന്ന ശോഭായാത്രകളും ഉറിയടിയും സംഘടിപ്പിച്ചു. വിവിധ നഗരങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പ്രവാസി മലയാളികളും സജീവമായി പങ്കെടുത്തു. Thank you.
റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. റഷ്യ യുക്രൈൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്നും റഷ്യ ഉക്രൈൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് കത്തയച്ചു. തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രന്റെ ഭൗതിക ശരീരം റഷ്യയിലെ റോസ്തോവിലുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരളീയരായ സന്തോഷ് കാട്ടുകാലക്കൽ ഷൺമുഖൻ, CB സുസമ്മ ബാബു, റൈനിൻ പുന്നക്കൽ തോമസ് എന്നിവരെ ലുഹാൻസ്കിലെ സൈനിക ക്യാമ്പിൽ കുടുങ്ങിക്കിടക്കുന്നതായും അപകടകരമായ സാഹചര്യങ്ങളിലാണ് ഇവരെന്നും അറിയുന്നു. ഇവരെ രക്ഷിക്കുന്നതിനും അടിയന്തര ഇടപെടലുകൾ വേണം. നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയാണ് കേരളീയരായ ഇവർ റഷ്യയിലെത്തിയതെന്നും പിന്നീട് ഇവരെ യുദ്ധമുന്നണിയിൽ വിന്യസിക്കുകയാണെന്നുമാണ് അറിയുന്നത്. അനധികൃത റിക്രൂട്ട്മെന്റ് ഏജൻസികളും വ്യക്തികളും വഴി ഇത്തരത്തിൽ എത്ര പേര് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഇതോടെ ഈ ആഴ്ചത്തെ എയിമ ന്യൂസ് പ്രതിവാര വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പ്രേക്ഷകർ നൽകുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.